ഈ സായാഹ്നത്തിൽ മോഹൻലാലിനോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ലാൽ ചിരിച്ചുകൊണ്ട് എനിക്കൊരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോഴും നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകുന്ന രീതിയിലുള്ള അഭിനയം എന്താണെന്ന് ലാൽ നമുക്ക് കാണിച്ചു തന്നു. ഈ അഭിനയം കാണുമ്പോഴൊക്കെ എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഇതുവരെ ലാലിനോട് ചോദിച്ചിട്ടില്ല. നമുക്ക് ചോദിക്കാം, എന്താണ് ഈ അഭിനയ മികവിൻ്റെയൊക്കെ ഒരു രഹസ്യമെന്ന് നമുക്ക് ലാലിനോട് തന്നെ ചോദിക്കാം. ലാൽ, എപ്പോഴും അസൂയ തോന്നുന്ന വിധത്തിൽ അല്ലെങ്കിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ അഭിനയം എങ്ങനെയാണ്? അതിൻ്റെ ഒരു രഹസ്യം ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ വേറെ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി. അഭിനയത്തിന് പ്രധാനപ്പെട്ട 3 രഹസ്യങ്ങളുണ്ടെന്നാണ്. നിർഭാഗ്യവശാൽ അതാർക്കും അറിയില്ല. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം അതിൻ്റെ ഒരു റെസിപ്പി, ഇതൊരു മാജിക് റെസിപ്പിയാണ്. അങ്ങനെ അതിനൊരു പ്രത്യേക എങ്ങനെയാണ് അഭിനയിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനെപ്പോഴും ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും ഒരു എക്സ്റ്റേണൽ എനർജി, അതിനെ നമുക്ക് മാസ്റ്റേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ദൈവാധീനമെന്ന് പറയാം, അല്ലെങ്കിൽ ഈശ്വരകൃപ എന്ന് പറയാം. തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു എനർജി ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അഭിനയത്തിൽ മാത്രമല്ല, പാടുന്നതിലും ഡാൻസ് ചെയ്യുന്നതിലും കളിക്കുന്നതിലും ഒക്കെ ഒരു ഗുരുത്വം എന്ന് പറയുന്നത് ആണ് ഏറ്റവും പ്രധാനം. അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നൊക്കെ കിട്ടേണ്ടതാണ്. അത്തരത്തിലേതോ ഒരു അദൃശ്യ ശക്തിയായിരിക്കും നമ്മളെ ഇതിലേക്ക് നയിക്കുന്നത്. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വേഷം മോഹൻലാൽ അഭിനയിച്ച സിനിമയായിരുന്നു ദേവാസുരം. ഒരു ഫ്യൂഡൽ പ്രഭുവിൻ്റെ എടുപ്പും നടപ്പും അഹങ്കാരവും എല്ലാം നമ്മൾ മോഹൻലാലിൽ കണ്ടു. ആ ഫ്യൂഡൽ പ്രഭുവിൻ്റെ പതനവും നമ്മൾ ആ സിനിമയിൽ തന്നെ കണ്ടു. അവിടെ നിന്ന് ആ കഥാപാത്രം ഉയർത്തെഴുന്നേൽക്കുന്നതും ദേവാസുരം എന്ന ചിത്രത്തിൽ കണ്ടു. അതുവരെ ലാൽ അത്തരം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാലിൻ്റെ മറ്റൊരു മുഖമായിരുന്നു ഞങ്ങൾ ദേവാസുരം എന്ന ചിത്രത്തിൽ കണ്ടത്. ദേവാസുരം എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിക്കോട്ടെ അടുത്തത്. തീർച്ചയായിട്ടും ആ ചിത്രത്തിലെ ഗാനങ്ങൾ വളരെ വളരെ എസ്പെഷ്യലി സൂര്യകിരീടം വീണുടഞ്ഞു എന്നൊക്കെ പറയുന്നത് എല്ലാം തകർന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി മാപ്പ് ചോദിക്കുന്ന, അല്ലെങ്കിൽ ഇനിയൊരു ജന്മം വീണ്ടും തരുമോ എന്ന് ചോദിക്കുന്ന തരത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും ഉയരത്തിൽ നിന്നുള്ളൊരു പതനമാണ് ആ നായകൻ്റെ. അത് വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു.